തിരുവനന്തപുരത്ത് നടന്ന ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൽ പങ്കെടുത്ത സിമിയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഡോക്ടറാണ്, ഡെൻ്റൽ ഡോക്ടറാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിന് പങ്കെടുത്തതിന് ശേഷം എങ്ങനെയുണ്ട് അവർക്കുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പം എന്തൊക്കെ ചേഞ്ചസ് ആയതുണ്ടായിരുന്നെന്ന് ഡോക്ടർ പറയും. നമ്മുടെ കൂടെയുള്ളത് അനൂപാണ്. പിന്നെ അപ്പോൾ രാവിലെ അനൂപാണ് ഡ്രൈവ് ചെയ്തിട്ട് വന്നത്. ഡോക്ടറുടെ ബ്രദറാണ്. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്സിന് ശേഷം? സാറിനോട് താങ്ക്സ് പറയുന്നു. കാരണം ഞാൻ 1 year ആയി ലൈസൻസ് എടുത്തിട്ട്. അപ്പോൾ ഇതുവരെയായിട്ടും സെൽഫായിട്ട് ഡ്രൈവ് ചെയ്ത് പോയിട്ടില്ല. ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഇപ്പം മാറി കിട്ടി. ഇപ്പം സെൽഫായിട്ട് ഡ്രൈവ് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഓക്കെ. എവിടെയായിരുന്നു ശരിക്കും ബുദ്ധിമുട്ടുണ്ടായത്? സ്വന്തമായിട്ട് വണ്ടി എടുത്തിട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല അല്ലേ? ഉണ്ടായിട്ടില്ല. എവിടെയായിരുന്നു ശരിക്കും ബുദ്ധിമുട്ടുണ്ടായത്? നോർമലി ഗിയർ ഷിഫ്റ്റിങ്ങിന് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ ഹമ്പ് കയറുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് ഗിയറിൽ വണ്ടി മാനേജ് ചെയ്യാൻ ആക്ച്വലി പ്രാക്ടീസ് ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. ആക്ച്വലി തേർഡും ഫോർത്തിലൊക്കെ സ്പീഡിൽ പോയിട്ടുള്ള ഒരു പരിചയമായിരുന്നു ഉണ്ടായിരുന്നത് കുറച്ചൊക്കെ. അപ്പം സെക്കൻഡ് ഗിയറിൽ കറക്റ്റായിട്ട് വണ്ടി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇന്നത് ഓക്കെ ആയില്ലേ ഇപ്പോൾ? ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നല്ല ട്രാഫിക്കുള്ള സിറ്റുവേഷൻസിൽ അതേപോലെ തന്നെ ഇടുങ്ങിയ വഴികളിലൂടെയൊക്കെ പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്തു. അപ്പം അതൊക്കെ ഡോക്ടർക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡിഫറൻസ് ഉണ്ട്. ഒറ്റയ്ക്ക് എടുത്ത് പോവാന്നുള്ളൊരു ധൈര്യം വന്നില്ലേ? നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാന്നുള്ള ധൈര്യം ഉണ്ടായി. ഇന്നാണ് കുറച്ച് കൂടുതൽ ഡ്രൈവ് ചെയ്തത്. ഇത്ര രാവിലെ തൊട്ട് വൈകിട്ടോളം ഇതുവരെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ. അപ്പം പിന്നെ ഇതേപോലെ ക്ലാസ്സിൽ നിങ്ങൾക്കൊക്കെ പങ്കെടുക്കാം. കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ 9400600735. അപ്പോൾ ഫീഡ്ബാക്ക് എല്ലാവരും ഒന്നും തരുന്നില്ല. പിന്നെ തരുന്ന ഫീഡ്ബാക്സൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും. ഞാൻ ഡോക്ടറോട് ആദ്യം ചോദിച്ചു ഫീഡ്ബാക്ക് തരാൻ റെഡിയാണ്. അപ്പോൾ പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പം ചിലർക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അവരെ ഞാൻ നിർബന്ധിച്ച് ഫീഡ്ബാക്ക് ചെയ്യിപ്പിക്കാറില്ല. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വില്ലിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ഫീഡ്ബാക്സൊക്കെ നിങ്ങളിലേക്ക് എത്തും. എന്തായാലും താങ്ക് യു ഡോക്ടർ. താങ്ക് യു.